വി ഡി സതീശനെ ഇന്ന് നയിക്കുന്നത് ജിന്നയുടെ പ്രേതമാണ്. വി ഡി സതീശൻ ഇന്ന് മഹാത്മാഗാന്ധിയുടെ ആദർശത്തിലല്ല, മൗദൂദിയുടെ ആദർശത്തിലാണ്. ഇന്നലെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്ത് കാശ്മീരിൽ ത്രിവർണ പതാക ഉയർത്തി വന്ദേമാതരവും ജനഗണമനയും പാടുമ്പോൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ വന്ദേമാതരവും ദേശീയ ഗാനവും ഒരുമിച്ച് പാടുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും അതേ രീതിയിൽ വന്ദേമാതരവും ദേശീയ ഗാനവും പാടുമ്പോൾ, കേരളത്തിൽ ദേശീയ ഗാനം മാത്രം പാടിക്കൊണ്ട് വന്ദേമാതരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനും അവഹേളിക്കാനും അപമാനിക്കാനും ഇവിടത്തെ ഭരണകൂടം നേരിട്ട് തയ്യാറായി എന്നുള്ളത് ഈ കേരളത്തിനാകെ അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, വന്ദേമാതരത്തെ വർഗീയമായിട്ട് വേർതിരിച്ചുകൊണ്ട് വന്ദേമാതരത്തിൽ ഭിന്നതയുടെ രാഷ്ട്രീയം കൊണ്ടുവന്ന്, വന്ദേമാതരത്തിൽ രാജ്യദ്രോഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവന്ന്, വന്ദേമാതരത്തിൽ വിഭജനത്തിന്റെയും വിഘടനത്തിന്റെയും രാഷ്ട്രീയം കൊണ്ടുവന്ന് വന്ദേമാതരത്തെ കൂടുതൽ അധിക്ഷേപിക്കാനും ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാനുമുള്ള ജിന്നയുടെ രാഷ്ട്രീയമാണ് ഇന്ന് വി ഡി സതീശൻ കേരളത്തിൽ അവലംബിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരേ സമയത്ത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് വിഭജനത്തിന്റെയും വിഘടനവാദത്തിന്റെയും വിത്തുപാകിയ ഒന്നാം തരം വർഗീയ കോമരമായിട്ടുള്ള ജിന്നയുടെയും കോലം ഒരുമിച്ച് കത്തിക്കുന്നത്. വി ഡി സതീശനെ ഇന്ന് നയിക്കുന്നത് ജിന്നയുടെ പ്രേതമാണ്. വി ഡി സതീശൻ ഇന്ന് മഹാത്മാഗാന്ധിയുടെ ആദർശത്തിലല്ല, മൗദൂദിയുടെ ആദർശത്തിലാണ് ഈ വി ഡി സതീശൻ വിശ്വസിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇന്ന് വി ഡി സതീശനെയും അതോടൊപ്പം തന്നെ ജിന്നയെയും രണ്ടുപേരുടെയും കോലം ഒരുമിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഈ കേരളത്തിലെ പൗരബോധമുള്ള ജനതയ്ക്ക്, ഈ കേരളത്തിലെ ഭരണഘടനയെ ബഹുമാനിക്കുന്ന ജനതയ്ക്ക്, കേരളത്തിൽ മതേതരം പുലരണമെന്നാഗ്രഹിക്കുന്ന ജനതയ്ക്ക് ഇത് രണ്ടും ഒരുമിച്ച് കത്തിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ജിന്നയുടെ സമീപനമെടുക്കുന്നത് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനാണ്. മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിലെ മതേതര മുഖം നശിപ്പിക്കാനും, ഈ കേരളത്തിന്റെ സഹനതയുടെയും അതോടൊപ്പം തന്നെ സഹിഷ്ണുതയുടെയും മതേതരത്വത്തിന്റേതുമായിട്ടുള്ള ഭാവനകളെ മുഴുവൻ തകർക്കാനുമുള്ള ചില ഗൂഢശ്രമങ്ങളുടെ ഭാഗമായിട്ട് വി ഡി സതീശൻ മാറിയിരിക്കുകയാണ്. വി ഡി സതീശൻ കേരളം വാഴുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് കൊണ്ടല്ല എന്ന് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. വി ഡി സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഇവിടെ ജയിച്ചു വന്ന കോൺഗ്രസിന്റെ ഭൂരിപക്ഷം വരുന്ന MLA-മാർ തെരഞ്ഞെടുത്തത് കൊണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. വി ഡി സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തതുകൊണ്ടും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായാൽ മതി എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടുമാണ്. അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ഔദാര്യവും അംഗീകാരവും തന്ന ജമായത്ത് ഇസ്ലാമിയോടും മുസ്ലിം ലീഗിനോടും മാത്രമേ തനിക്ക് കൂറുള്ളൂ. ഈ കേരളത്തിന്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട് എനിക്ക് കൂറില്ല, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനോട് എനിക്ക് കൂറില്ല, എനിക്ക് കൂറുള്ളത് മൗദൂദിസത്തിനോടാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വർഗീയതയുടെയും പിന്തിരിപ്പൻ സമീപനത്തിന്റെയും ആളായി ദാസ്യവൃത്തി ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഈ കേരളത്തിൽ വരും നാളുകളിൽ ആഞ്ഞടിക്കാൻ പോകുന്ന അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം, ഈ കേരളത്തിലെ ദേശീയ ജനത ഉയർത്തുന്ന പ്രക്ഷോഭം, ഈ കേരളത്തിൽ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ജനത ഉയർത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് ഇന്ന് ഭാരതീയ ജനതാ യുവമോർച്ച ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് മുഴുവൻ തന്നെ കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. കോൺഗ്രസ് ഈ രാജ്യത്ത് ഒരു കാലത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ കോൺഗ്രസ് ഇന്ന് ഈ രാജ്യത്തിന്റെ അഭിമാന ബിന്ദുക്കളെ, ദേശീയ ബിന്ദുക്കളെ അപമാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധി ഭാരതത്തെ പെറ്റമ്മയായിട്ട് കണ്ട് ഈ ഭാരതത്തിലെ ദേശാഭിമാനികൾ ഉയർത്തിയ വന്ദേമാതരത്തെ കോടാനുകോടി മനുഷ്യർ നോക്കി നിൽക്കെ ഈ രാജ്യത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് വന്ദേമാതരത്തെ അപമാനിക്കുന്നത് നമ്മൾ കണ്ടു. സോണിയയ്ക്ക് ചിലപ്പോൾ ഇറ്റലിയുടെ ദേശീയ ഗാനം പാടിയിരുന്നുവെങ്കിൽ അവർ അതിനോട് പൂർണ്ണമായിട്ടും ബഹുമാനത്തോടു കൂടി നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിയാൽ സോണിയാഗാന്ധിക്കും ഹറാമാണ്, ഇന്ത്യയുടെ ദേശീയ ഗീതം പാടിയാൽ ഈ കേരളത്തിലെ വി ഡി സതീശനും ഹറാമാണ് എന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ നാശത്തിനു വേണ്ടിയാണ്. ഇത് കോൺഗ്രസിന്റെ അവശേഷിപ്പുകൾ അല്പം പോലും ബാക്കിയില്ലാതെ ഈ കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് നശിക്കുന്നതിന് ഇതൊരു കാരണമായിട്ട് മാറുമെന്ന് വി ഡി സതീശനെയും വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെയും ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മിസ്റ്റർ വി ഡി സതീശ,
നിങ്ങൾ ജമായത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും അടിമയായിട്ട് ഈ കേരളത്തെ വർഗീയ കേരളമാക്കാനും മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന ഒരു കേരളമാക്കാനും ശ്രമിച്ചാൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനത്തേക്കുള്ള കൗണ്ട് ഡൗൺ ആണ് ഇവിടെ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ച ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരത്തിന് സർവ്വവിധമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ, വന്ദേ മാതരം.